So dear students, in this class we can learn about the scientific method. The methods in science actually applies observation and reasoning. The scientific method is a general pattern followed by scientists when conducting an experiment. Actually, the scientific method uses two ways or two patterns that can be approached in science are induction and deduction. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. സയന്റിഫിക് മെത്തേഡിൽ അങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിൽ മെയിൻ ആയിട്ടും രണ്ട് തരത്തിലുള്ള രീതികളുണ്ട്. രണ്ട് തരത്തിലുള്ള രീതികൾ ഇൻഡക്ഷൻ ഡിഡക്ഷൻ എന്നാണ് പറയുക. ഇൻഡക്ഷൻ ഡിഡക്ഷൻ എന്താന്ന് നോക്കുന്നതിന് മുമ്പ് സയന്റിഫിക് മെത്തേഡിന് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സയന്റിഫിക് മെത്തേഡ് സ്റ്റെപ്പ് is a series of steps to collect information or solve problems. The steps are observation, hypothesis, experimentation, data analysis, conclusion. ഈ സ്റ്റെപ്സ് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ആസ്ക് എ ക്വസ്റ്റ്യൻ, ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡു ബാക്ക്ഗ്രൗണ്ട് റിസർച്ച്, കൺസ്ട്രക്ട് എ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ പിന്നീടുള്ള സ്ലൈഡുകൾ പറയുന്നുണ്ട്. ടെസ്റ്റ് യുവർ ഹൈപ്പോത്തസിസ് ബൈ ഡൂയിങ് ആൻ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം, അതാണ് അടുത്തത്. അനലൈസ് യുവർ ഡേറ്റ ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. റിപ്പോർട്ട് യുവർ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയായോ അത് തെറ്റായോ എന്നുള്ള റിസൾട്ട് പറയുക. ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഇൻ ദി സയന്റിഫിക് മെത്തേഡ്. അതായത് ചോദ്യം ചോദിക്കണം, റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ തിരഞ്ഞു നോക്കണം. ആരും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാം. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുമാനമാണ്. അതെന്താണ്, ഇതിങ്ങനെ വരാനുള്ള കാരണം ഇതായിരിക്കും എന്നുള്ള ഒരു അനുമാനം നേരത്തെ പറയാണ്. എന്നിട്ട് ആ നേരത്തെ പറഞ്ഞ അനുമാനം ശരിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നു. എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ ഡാറ്റ നോക്കിയിട്ട് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. ആ നിഗമനം റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നിഗമനം അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് സയന്റിഫിക് മെത്തേഡിന്റെ സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് ചെയ്യാനുള്ള രണ്ട് രീതികളാണ് ഞാനിവിടെ പറയുന്നത്. അതാണ് ഡിഡക്ഷൻ, ഇൻഡക്ഷൻ. രണ്ട് തരത്തിൽ നമുക്ക് ഈ സ്റ്റെപ്സിന് ചെയ്യാം. ഡിഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിയറി ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മളൊരു തിയറി കണ്ടെത്തുന്നു, അതിനുശേഷം നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട്, അതായത് ചുറ്റുവട്ടം നോക്കി കണ്ടിട്ട് നമ്മൾ അതിനെ കൺഫേം ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് ശരിയായിരുന്നു എന്ന് നമ്മൾ തീരുമാനത്തിലെത്തുന്നു. ഇത് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് തിയറിയാണ്. തിയറിയിൽ നിന്ന് ഹൈപ്പോത്തസിസിലേക്ക്, ഹൈപ്പോത്തസിസ് ശരിയാണോ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. ഇൻഡക്ഷൻ അങ്ങനെയല്ല. ഇൻഡക്ഷൻ നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം ചുറ്റുവട്ടം നോക്കുന്നു, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവേഷൻ ആണ് ആദ്യം. എന്നിട്ട് പാറ്റേൺ എങ്ങനെയാണെന്ന്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു, നോക്കി നന്നായി കാണുന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ ഹൈപ്പോത്തസിസ് കൺസ്ട്രക്ട് ചെയ്തതിൽ നിന്ന് നമ്മളൊരു തിയറി പുറപ്പെടുവിക്കുന്നു. അതാണ് ഇൻഡക്ഷൻ. അതായത് ഏകദേശം ഇതിന്റെ ഓപ്പോസിറ്റ് വരും. ഡിഡക്ഷന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഡിഡക്ഷനിൽ ആദ്യം തിയറിയാണ്, ആദ്യം തിയറി ഹൈപ്പോത്തസിസ് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് ശരിയാണോ എന്ന് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ചുറ്റുവട്ടം നോക്കി കണ്ടിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ തിയറി ഉണ്ടാക്കുന്നു. അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
So this is the difference between induction and deduction. ഈ രണ്ട് രീതികൾ നമുക്ക് രണ്ടും നല്ലതാണ്. ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവും പോലെ രണ്ട് രീതികളും വളരെയധികം നല്ലതാണ്. ഏത് രീതി വേണമെങ്കിലും ഒരു സയന്റിസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. The method of induction follows a sequence: data collection, analysis, theory. A scientist observes something about a phenomenon, forms a hypothesis, performs some experiments to verify the hypothesis, and then creates a theory. But the method of deduction follows a sequence: theory, data collection, analysis. A scientist begins with a theory, performs experiments in order to test the theory, and then analyzes the result to reach a conclusion. So inductive reasoning and deductive reasoning go hand in hand in science. So deductive research approach is like a waterfall. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ഒരു വാട്ടർഫോൾ പോലെയാണ് ഈ ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ആദ്യം തിയറി ഉണ്ടാക്കുന്നു, ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. ഡിഡക്റ്റീവ് റീസണിംഗ് വർക്ക്സ് ഫ്രം ദി മോർ general to the more specific. Sometimes it is also called a top-down approach. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് കൊണ്ടാണ് top-down approach എന്ന് പറയുന്നത്. Conclusion follows logically from available facts or premises. Inductive research approach is like a climbing a hill climbing പോലെയാണ്. ആദ്യം ഒബ്സർവേഷൻ, അതിനുശേഷം പാറ്റേൺ, അതിനുശേഷം ടെൻഡേറ്റീവ് ഹൈപ്പോത്തസിസ്, അതിനുശേഷം തിയറി. That is, inductive reasoning works the other way, moving from specific observation to broader generalizations and theories. We sometimes call this a bottom-up approach. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നത് കൊണ്ട് bottom-up approach എന്ന് വിളിക്കുന്നത്. Conclusion is likely based on premises, involves a degree of uncertainty. So it involves a degree of uncertainty. Now I have already told that the 5 steps of the scientific method are observe, question, hypothesis, experiment, and then results and conclusion. So let us discuss the steps once more. First is we have to observe. The scientific method refers to the empirical approach. Or the first step is make an observation. An area where one sees a possible need for research is selected. Then the phenomena in the selected area are observed carefully. A keen eye to the surroundings can provide a scientist with great ideas for research. നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുക, ഒരു ടോപ്പിക്ക് ചുറ്റുവട്ടത്ത് നോക്കിയിട്ട് നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു ടോപ്പിക്ക് കണ്ടെത്തുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് ഒബ്സർവേഷൻ. അപ്പൊ ഒബ്സർവേഷൻ ആദ്യം ചെയ്യുക. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആസ്ക് എ ക്വസ്റ്റ്യൻ അബൌട്ട് വാട്ട് ഇസ് ബീങ് ഒബ്സർവ്ഡ്, സ്റ്റേറ്റ് ദ പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ. Information about the observation of interest is gathered and assimilated and question of interest is selected. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നിന്ന് കണ്ട എന്തെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സ്, അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാൻ പറഞ്ഞു ആകാശം എന്തുകൊണ്ട് നീല നിറത്തിലിരിക്കുന്നു, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയി. അതിനുശേഷം ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. The next is the formulate a hypothesis. A plausible explanation of the phenomenon under consideration, which is commonly called a hypothesis, is generated based on the observations and the previous knowledge.
That is, you make an educated guess on what you think the outcome of the experiment or the answer to a question will be. ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു നിഗമനത്തിലേക്ക് എത്തുക, ഒരു അനുമാനത്തിലേക്ക് എത്തുക. അതായത് ആകാശം നീല നിറം ആയതിന് കാരണം മഴവെള്ള നിറങ്ങള്, വെള്ളത്തിന്റെ തുള്ളികള് പ്രതിഫലിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രസരണം ചെയ്യുന്നത് പോലെയാണ്, അതാണ് റീസൺ എന്ന് നമ്മൾ ആദ്യമേ അനുമാനിക്കുന്നു. എന്നിട്ട് നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് അത് തന്നെയാണോ നമ്മുടെ തിയറി ശരിയായിരുന്നോ, നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പൊ അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തിയറിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഹൈപ്പോത്തസിസിനെ എഡ്യൂക്കേറ്റഡ് ഗെസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദി ഫിനോമിനൻ, അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. So it's very important that you conduct research before you make your hypothesis. This research will give you the information you need to make a hypothesis that is scientific and accurate. അതായത് എപ്പോഴും ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ വായന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ആരെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ ഉയർന്നിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരന്ന വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇത് നേരത്തെ വേറൊരാൾ കണ്ടെത്തിയ കാര്യമാണെങ്കിൽ നമ്മളത് വീണ്ടും കണ്ടെത്തുന്നതിൽ ഒരർത്ഥവുമില്ല, അത് ശരിയുമല്ല. അതുകൊണ്ട് ആദ്യമേ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതേവരെ ആരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ മാത്രമാണ് സയന്റിഫിക്കും ആക്യുറേറ്റും ആവുള്ളൂ. Next step is perform experiments. Controlled experiments are designed to test the hypothesis and predictions about the outcome are made. The experiments are then carried out and the results noted. They can be repeated with modification and the results confirmed. That is, you will develop and follow a procedure to test a hypothesis. The outcome must be measurable. അപ്പൊ നമ്മളൊരു പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. അതായത് എന്താ പറയാ, അന്തരീക്ഷത്തിൽ നമുക്കറിയാവുന്നതാണ് മോയ്സ്ചർ ഉണ്ട്. ആ മോയ്സ്ചറിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നീല നിറോ ചുവപ്പ് നിറോ എന്തെങ്കിലും നിറങ്ങളോ കിട്ടുന്നുണ്ടോന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കുറെ നോക്കുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. Next step is analyze the results and interpret the data to reach a conclusion. The results are analyzed in comparison with the previous predictions, and based on the analysis, a valid and reliable conclusion is arrived at. It may or may not be consistent with the hypothesis. Or you will record the results of your experiment and repeat the experiment if need be. You will state if your hypothesis was accepted or not and explain your results. നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഡേറ്റ കുറെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഡേറ്റ നമ്മൾ നോക്കിയിട്ട് എക്സ്പെരിമെന്റ് റിസൾട്ട്സ് നമ്മളുടെ ഹൈപ്പോത്തസിസ് പോലെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു? ലൈറ്റ് മഴത്തുള്ളികളോടെ കടന്നു പോകുമ്പോൾ അത് പ്രസരണം ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് ആയിരുന്നെങ്കിൽ അങ്ങനെ വരുന്നുണ്ടോ? നമ്മൾ ലൈറ്റ് പല വിധത്തിലും മഴത്തുള്ളികളുടെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടിട്ട് ലൈറ്റിന്റെ പ്രസരണം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അത് തന്നെയാണോ റീസൺ, അതുപോലത്തെ തന്നെ എക്സ്പെരിമെന്റൽ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയായിരുന്നു, അതിൽ ആക്സെപ്റ്റഡ് ആയിരുന്നു. കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് തെറ്റായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ വീണ്ടും വേറെ എന്താന്ന് കണ്ടെത്തേണ്ടതായിട്ട് വരും. അക്സെപ്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ആണ് ശരിയായിട്ട് വന്നെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റഡും ആയിരിക്കും. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. Also, you can communicate and publish the conclusion. The conclusion can be communicated to other scientists for their scrutiny, or by presenting it in a conference or a seminar, or by publishing it in a journal. So these are the steps in scientific method. That is, the problem or the question should be addressed,
the observation or research should be done, and you should formulate a hypothesis, and you should do experiments based on the hypothesis and collect and analyze the result, and then conclude what happened, and then you have to communicate the results to the scientific community or to the society. So let's put our knowledge of the scientific method to a realistic example that includes some of the terms you will be needing to use and understand. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ സയന്റിഫിക് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ നിങ്ങളെ നല്ലവണ്ണം ഇതെന്തൊക്കെയാണെന്ന് നിങ്ങളെ ഈ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കി തരും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞു. ഒബ്സർവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഒരു കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, ജോൺ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ ജോൺ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് അതുണ്ടാക്കിയ കൺക്ലൂഷൻ എന്താണ്? ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് എല്ലാം വളരെ സയന്റിഫിക് മെത്തേഡിന്റെ എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ എക്സാമ്പിളിൽ നിന്ന് ജോൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. ജോൺ വാച്ചസ് ഹിസ് ഗ്രാൻഡ് മദർ ബേക്ക് ബ്രെഡ്. He asked his grandmother what makes the bread rise. She explains that yeast releases a gas as it ferments or as it feeds on sugar. അപ്പൊ നമ്മള് നമ്മുടെ വീട്ടില് മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ ജോണിന്റെ ഗ്രാൻഡ് മദർ ചെയ്യുന്നത് കണ്ടു, മാവ് പുളിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ് മാവ് ഇങ്ങനെ പൊങ്ങി വന്നത്, അല്ലെങ്കിൽ പുളിച്ചത് എന്തുകൊണ്ടാണ്? അപ്പൊ ഈസ്റ്റ് അതിലിട്ടിട്ടുണ്ടായി, മാവിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായി. അതൊരു ഗ്യാസ് ഉണ്ടാക്കണ്ട്. ആ ഗ്യാസ് ഉണ്ടായത് ഈസ്റ്റും ഷുഗറും തമ്മിലുള്ള റിയാക്ഷൻ വെച്ചിട്ടാണ്. അങ്ങനെ ആ കുട്ടിയുടെ അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുന്നു. But John wonders if the amount of sugar used in the recipe will affect the size of the bread loaf. ജോണിന്റെ ഉള്ളില് മനസ്സിൽ ഒരു പ്രത്യേക ചോദ്യം വന്നു. അത് ഷുഗർ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡിന്റെ സൈസ് കൂടുവോ, അല്ലെങ്കിൽ ബ്രെഡ് വലുതാവോ, നല്ലോണം വീർത്ത് വരുവോ എന്നുള്ള ഒരു സംശയം ജോണിന്റെ ഉള്ളിൽ വന്നു. ഇതാണ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ജോൺ. John researches the areas of baking and fermentation and tries to come up with a way to test his question. He keeps all of his information on this topic in a journal. ജോൺ പല സ്ഥലങ്ങളിലും ബേക്കിങ്ങിന്റെ ഏരിയാസ് നോക്കി വായിക്കുന്നു, പഠിക്കുന്നു, ഫെർമെന്റേഷൻ എന്താന്ന് പഠിക്കുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നു. ഇതെല്ലാം ഒരു പ്രത്യേക ബുക്കിൽ എഴുതിയിടുകയും ചെയ്യുന്നു. അതായത് കണ്ടെത്തിയ എല്ലാ ഇൻഫോർമേഷനും, വായിച്ച് കണ്ടെത്തിയ എല്ലാ ഇൻഫോർമേഷനും ഒരു ബുക്കിൽ എഴുതിയിടുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫോർമുലേറ്റ് എ ഹൈപ്പോത്തസിസ്. After talking with his teacher and conducting further research, he comes up with a hypothesis. If more sugar is added, then the bread will rise higher. കുറെ വായിച്ചതിന് ശേഷം, ടീച്ചറായിട്ട് സംസാരിച്ചതിന് ശേഷം ജോണിന്റെ മനസ്സിലൊരു ഹൈപ്പോത്തസിസ് വരുന്നു, അല്ലെങ്കിൽ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു അനുമാനം വരുന്നു. അതായത് കൂടുതൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് കൂടുതൽ പൊങ്ങി നല്ല വീർത്ത ബ്രെഡായിട്ട് മാറും എന്ന നിഗമനത്തില് ജോൺ എത്തുന്നു. ഈ നിഗമനം ശരിയാണോ അല്ലയോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ജോണിന്റെ ഹൈപ്പോത്തസിസ് ക്ലിയർ ആയി. ഇതാണ് ഹൈപ്പോത്തസിസ്. If more sugar is added, then the bread will rise higher. John talks with his teacher and she gives him an experimental design diagram to help him set up his investigation. ടീച്ചറായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്, ഇതുപോലെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എക്സ്പെരിമെന്റൽ ഡിസൈൻ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, ഡിസൈൻ ആൻഡ് പെർഫോം എക്സ്പെരിമെന്റ്സ് ആണ്. അത് റെഡിയായി ജോണിന്റെ കേസിൽ. എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോൺ റൈറ്റ്സ് ഔട്ട് ഹിസ് പ്രൊസീജിയർ ഫോർ ഹിസ് എക്സ്പെരിമെന്റ് along with the materials list in his journal.
Yes, both of these checked by teacher where she checks for any safety concerns. ഇത് ജോൺ ഏതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് സ്വന്തം ബുക്കിൽ എഴുതുന്നു. എന്നിട്ട് ടീച്ചർ അത് ചെക്ക് ചെയ്യുന്നു. എല്ലാം ടീച്ചറെ കൊണ്ട് ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ചെറിയ കുട്ടിയാണ്, അവന് അബദ്ധങ്ങൾ പറ്റാം. അതുകൊണ്ട് ടീച്ചറിന്റെ ഒരു ഗൈഡ് വേണം, ടീച്ചറിന്റെ ഒരു ഗൈഡ്ഷിപ്പ് വേണം. ടീച്ചർ അവനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസ്, അതായത് അവന്റെ എന്താ പറയാ ബേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ചൂടൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, ടെമ്പറേച്ചർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അവന് പൊള്ളലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇല്ലാതെ ടീച്ചർ അത് ശ്രദ്ധിക്കണം. അതില്ലാതെ ചെയ്യാൻ അവനെ അതിനെ പ്രാപ്തരാക്കണം. അപ്പൊ അതെല്ലാം ടീച്ചർ ഗൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു ഗൈഡ് ഉണ്ട് ജോണിന്. Now the next step is collect and analyze results. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറയുന്നതാണ്. John comes up with a table he can use to record his data. John gets all his materials together and carries out his experiment. അതായത് എക്സ്പെരിമെന്റ് നടത്തുന്നു. എന്നിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി എല്ലാ ഡേറ്റയും ഉപയോഗിക്കുന്നു. അതായത് 20 ഗ്രാം ഷുഗർ ഇട്ടപ്പോൾ മാവ് എത്ര പൊങ്ങി, അല്ലെങ്കിൽ ബ്രെഡ് എത്ര വലുതായിരുന്നു, ബ്രെഡിന്റെ സൈസ്, 30 ഗ്രാം പഞ്ചസാര ഇട്ടപ്പോൾ എത്രയായി, 40 ഗ്രാം പഞ്ചസാര ഇട്ടപ്പോൾ ബ്രെഡിന്റെ സൈസ് എങ്ങനെയായി, അങ്ങനത്തെ ഒരു ടേബിൾ തന്നെ ജോൺ ഉണ്ടാക്കുവാണ്. അങ്ങനെ എക്സ്പെരിമെന്റ് നന്നായി ചെയ്യുന്നു. അവസാനം ജോൺ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് കൺക്ലൂഷനിലേക്ക് ജോൺ എത്താൻ പറ്റി. ജോൺ ഫൈൻഡ്സ് that 70 gram of sugar produces the largest loaf. 20ഉം 30ഉം ഇടുന്നതിനേക്കാളും കൂടുതൽ വലിയ ബ്രെഡ് കിട്ടുന്നത് 70 ഗ്രാം ഷുഗർ ഇടുമ്പോഴാണ്. അതായത് ഷുഗറിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ലോഫിന്റെ വലിപ്പത്തിന് കൂടുന്നുണ്ട്. സോ ഇറ്റ്സ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഷുഗർ കൂടുന്നതനുസരിച്ച് ലോഫിന്റെ വലിപ്പവും കൂടുന്നുണ്ടെന്നുള്ള ആദ്യത്തെ ഹൈപ്പോത്തസിസ്, ജോൺ പറഞ്ഞ ആദ്യത്തെ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്. ഈ റിസൾട്ട് നമുക്ക് മാത്രമായിട്ട് സൂക്ഷിച്ചു വെച്ച് ആരെയും അറിയിക്കാതെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് സൊസൈറ്റിയിലേക്കും സമൂഹത്തിലേക്കും ശാസ്ത്ര ലോകത്തിലേക്കും ഇത് എത്തിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട്സ് ടു അവർ society and to our nation. John tells his grandmother about his findings and prepares to present his project in the science class. ജോൺ ആദ്യം ചെന്ന് ഗ്രാൻഡ് മദറിന് പറഞ്ഞു കൊടുക്കുന്നു. ഗ്രാൻഡ് മദറാണ് സ്ഥിരമായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്ന ആള്. അപ്പൊ എന്താ പറയാ, ഷുഗർ കൂട്ടിയാൽ നല്ല ബ്രെഡ് കിട്ടുമെന്ന് ഗ്രാൻഡ് മദറിന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം അത് ഗ്രാൻഡ് മദറിന്റെ മേഖലയാണ്. അത് മാത്രമല്ല, ഈ കണ്ടുപിടുത്തം ബാക്കിയുള്ള എല്ലാ അമ്മമാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയും എന്ത് ചെയ്തു, ജോൺ ഇത് പ്രോജക്റ്റ് ആയിട്ട് സയൻസ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നു. അതോടെ അത് ലോകം അറിയുന്നു. അത് ശരിയാണെന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ഫോർ സയന്റിഫിക് മെത്തേഡ്. അപ്പൊ ഈ എക്സാമ്പിളിലൂടെ സയന്റിഫിക് മെത്തേഡ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഒബ്സർവ് യുവർ വേൾഡ് ആൻഡ് കം അപ്പ് വിത്ത് എ ക്വസ്റ്റ്യൻ ടു ആൻസർ യൂസിംഗ് ദി സയന്റിഫിക് മെത്തേഡ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടവും കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് ഇതിനൊരു ആൻസർ കണ്ടെത്താവുന്നതാണ്. ഇതാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റാണ് നിങ്ങൾ ഡിഗ്രിക്ക് ചേർന്നവരാണ്, നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സയന്റിഫിക് പ്രോജക്റ്റ് ഓർ ദി സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, താങ്ക് യു.